ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനുവമ്പി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഒരു വിഷു സ്പെഷ്യൽ വ്ളോഗാണ്. മറ്റേ വ്ളോഗ് എഡിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ലേറ്റായി. സത്യം പറഞ്ഞാൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. കണ്ണൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു കടച്ചൽ പോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വ്ളോഗ് ഫുള്ള് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഓരോട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചു. എന്നിട്ട് ഞാൻ പിന്നെ അത് ഡിലീറ്റ് ആക്കി. ഞാൻ വീണ്ടും റീ അപ്ലോഡ് ചെയ്യണം. സോ എഡിറ്റാക്കി ബാക്കി വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു വിഷു സ്പെഷ്യൽ വ്ളോഗാണ്. എൻ്റെ വിഷു എങ്ങനെയാണെന്നാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. സോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണിയെല്ലാം കണ്ടു, വിഷുക്കണിയൊക്കെ കണ്ടു. നിങ്ങളെന്തായാലും ആ വിഷുക്കണി പോയിട്ട് കണ്ടിട്ട് വാ, എന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ കിലുച്ചേലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. അപ്പോൾ ഗായ്സ്, ഒന്നും കൂടി ഇവിടെ അടിച്ചു വരാണ് കേട്ടോ. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, കാരണം പടക്കം പൊട്ടുന്നതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അങ്കമാലി മാങ്ങക്കറിയും ചിക്കൻ പെരട്ട് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ 2 ഐറ്റമാണ്. സദ്യ ഒന്നും വെക്കൽ കുറവാണ്. എപ്പോഴും നമ്മൾ ബിരിയാണിയോ, നിങ്ങൾ ഓണത്തിൻ്റെ വ്ളോഗൊക്കെ കണ്ടവർക്ക് അറിയാം, നമ്മൾ ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഒരു പ്രാവശ്യം ഞാനും വിഷുവിന് സദ്യ വെച്ചിട്ടുണ്ടായിരുന്നു, ഓണത്തിനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനൊക്കെ ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. പിന്നെ തേങ്ങാപ്പാൽ പിഴിയണം, അങ്ങനെ കുറച്ച് മെനക്കെട്ട പണികളൊക്കെയാണ് ഇന്നുള്ളത്. ഇപ്പോൾ സമയം വന്നിട്ട് 8:30 ഇനിയിപ്പോൾ മാമനും എല്ലാവരും വരും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്യാം. ഹായ് അമ്മി. മാമനാ ഗൈസ് അമ്മി. ഹൗസ് ഇറ്റ് അമ്മി? എക്സ്പീരിയൻസ് അടിപൊളിയാ? മാമനാ? മാമൻ പറയുന്ന ഐഡിയ അത് പൊട്ട ഐഡിയ. എടാ നീ അങ്ങനെയൊന്നും ആക്കല്ല. അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നു ഗൈസ്. അമ്മ എന്നാ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് പറയുക. ചിക്കൻ കറി? ചിക്കൻ കറിയും ആ ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? എന്നാ വേണ്ടേ? പിന്നെ എല്ലാം ടഫ് ടാസ്കാണല്ലോ. അപ്പോൾ അമ്മ എന്നാ ഓടുന്നു. അപ്പോൾ ഗായ്സ്, മാമ വന്നിട്ടുണ്ട്. ഇത് ഫുൾ ചടക്ക, ഫുൾ. അപ്പോൾ ഇത്രയും ഐറ്റാണ് മാമൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ പേരൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല. നമ്മളിന്ന് വൈകുന്നേരം പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എല്ലാം കാണിച്ചു തരാം. ഇവിടെ പായസം ഇവിടെ റെഡി ആവുന്നുണ്ട്. മാങ്ങാക്കറി, കൂട്ടറി, ചിക്കൻ പെരട്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിന്ന് ചെറിയ രീതിയിലാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തത്. മാമനും ഞാനെന്താ ഫുഡ് കഴിക്കാൻ പോവാണ്. അമ്പി നേരത്തെ ഫുഡ് കഴിച്ചു, ഓൾ ഉറങ്ങി. ഇനി ഞാനും മാമനും അമ്മയെ ഫുഡ് കഴിക്കാനുള്ളൂ കേട്ടോ. പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കും എല്ലാവരും കടന്ന് ഉറങ്ങി. ഞാനായിരുന്നു ഫസ്റ്റ് ഉറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കൽ ഒരുപാട് ഉറങ്ങലായിരുന്നു ഉണ്ടായത്. പിന്നെ വ്ളോഗിലൊന്നും വന്നില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി, കാരണം നമ്മൾ ഉറക്കിയിരുന്നു. ഇവളാണ് രാത്രി
നേരത്തെ ഉറങ്ങിയത്. പക്ഷെ നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് ഇവള് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി കഴിച്ചു. ഞാൻ രാത്രി ഉറങ്ങും നല്ലോണം. അല്ല, ഞാൻ രാവിലെ 3:30 എണീച്ചത്. പിന്നെ എനിക്ക് ഉറങ്ങണ്ടേ? 3:30 നമ്മള് 3:30 കിടന്ന് ഉറങ്ങിയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പരിപാടി കുറച്ച് ചടക്കം പൊട്ടിക്കാനുണ്ട്. അങ്ങനെ ഇന്ന് വിഷു കഴിഞ്ഞു ഗൈസ്. ഒരു ചടക്കം കൂടി പൊട്ടിച്ച് നമ്മൾ വിഷു കഴിഞ്ഞു. പക്ഷെ എനിക്ക് വിഷുവാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു സംഭവം ഒരു ദിവസം നടക്കുന്ന കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം വിഷു അടിപൊളിയാണ് അല്ലേ? പ്രശ്നം എന്തോ വിഷുവാന്ന് തോന്നുന്നില്ല. അപ്പോൾ കണ്ണിന് ചെറിയൊരു പ്രശ്നം പറ്റി. ഞാൻ രാവിലെ വ്ളോഗ് പറഞ്ഞു എനിക്കിവിടെ ഒരു എന്താ പറയുക ഒരു കടച്ചിൽ പോലെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ചൊറിച്ചിലും കുറച്ച് ഇറിറ്റേഷൻസും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിനി. അപ്പോൾ ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ ഭയങ്കരമായിട്ട് ചോന്നിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് എന്താ പറയുക വല്ലാണ്ട് പുകച്ചിലെല്ലാം എടുക്കുന്ന പോലെ. ഞാൻ കുറേ നേരം വാഷ് ചെയ്തു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഓക്കെ ആണ്. അതുകൊണ്ട് ഇവിടെ കണ്ണ് വല്ലാണ്ട് ചെറുതുമായിനി കുറച്ച് ഇടുങ്ങിയെല്ലാം പോലെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി ചടക്കം പൊട്ടിക്കലാണല്ലേ. ഇനി അതും കൂടി കഴിഞ്ഞാൽ വിഷു കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല. എടുക്കണമെന്നൊക്കെ വിചാരിച്ചതിന് മടിയായി പിന്നെ എടുത്തിട്ടില്ല. എന്നറിയാം ഫസ്റ്റ് ഇൻട്രോയിൽ എടുക്കും, കുറച്ച് വീഡിയോസ് എടുക്കും, പിന്നെ എന്താ പറയുക അതവിടെ ഡ്രോപ്പ് ഔട്ട് ആക്കും. പിന്നെ ഇവളെ എടുക്കൽ കുറവാണ്. ഇവർക്ക് വ്ളോഗൊന്നും എടുക്കുന്നതിന് വലിയ താല്പര്യമില്ല. കുറച്ച് റീൽസ് അങ്ങനത്തെ കാര്യങ്ങളോടാണ് ഇവർക്ക് താല്പര്യം. അപ്പോൾ ഇവൾ വ്ളോഗ് എടുക്കൽ കുറവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ ചടക്കം പൊട്ടിക്കാൻ പോകും. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചോപ്പല്ലേ. ലൈറ്റ് ഓഫ് ആക്കിയേ. അതിന്റെ പേര് ക്യാമറ. ഫോട്ടോ എടുത്താ ആയിട്ടില്ല ഒന്നും കൂടി വെക്ക്. അത് ഞാൻ പേടിച്ചതല്ല അലമ്പി. അപ്പോൾ ഗായ്സ് നമ്മൾ കുറേ ചടക്കൊക്കെ പൊട്ടിച്ചു. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കുറച്ച് ബാലൻസ് ചടക്കൊക്കെ ഉണ്ട്. അതായത് നമ്മൾ വിചാരിച്ചു നാളെ പൊട്ടിക്കാമെന്ന്. കാരണം നമ്മൾ കുറേ പൊട്ടിച്ച് മടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ചേർന്നാൽ എല്ലാവർക്കും ബൈ ബൈ.